തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരെ? ഡൽഹിയിൽ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകളിലേക്ക് കടക്കുകയാണ് ബിജെപി. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ, പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത, മുൻ അധ്യക്ഷൻ മനോജ് തിവാരി തുടങ്ങിയ പേരുകളാണ് സജീവമായി പാർട്ടിയുടെ പരിഗണനയിലുള്ളത്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബിജെപി ഒരിക്കലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചല്ല മത്സരത്തിന് ഇറങ്ങുന്നത്. നരേന്ദ്രമോദി തന്നെയാണ് അവരുടെ തുറുപ്പുചീട്ട്. അപ്പോൾ ഈ ഒരു വിജയം ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായും പല പേരുകളും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഓരോരുത്തരുടെയും പേരുകൾ പരിഗണിക്കാൻ ഓരോ ഘടകങ്ങളും നിർണായകമായി ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ് പേരുകൾ, എന്തൊക്കെയാണ് പരിഗണനാ വിഷയങ്ങൾ? കൂടുതൽ പേരുകൾ ഏതായാലും ചർച്ചകൾക്ക് വരുന്നുണ്ട്. ഏറ്റവും മുൻപന്തിയിലുള്ളത് പർവേഷ് സാഹിബ് സിംഗ് വർമ്മ തന്നെയാണ്. അതിന് കാരണം അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ 3 തവണയും വിജയിച്ചതാണ്. ആദ്യഘട്ടത്തിൽ ഷീലാ ദീക്ഷിതിന് 25,000 വോട്ടിന് 2015 31,000 ആക്കി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ 21. അങ്ങനെ വലിയ മാർജിനിൽ അരവിന്ദ് കെജ്രിവാൾ വിജയിച്ച മണ്ഡലമാണ് പർവേഷ് വർമ്മ പിടിച്ചെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിന് ഏതായാലും പ്രഥമ പരിഗണന തന്നെ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെയുള്ള മറ്റു പേരുകളൊന്ന് വിജേന്ദർ ഗുപ്തയാണ്. വിജേന്ദർ ഗുപ്ത മുൻ അധ്യക്ഷനാണ്, ഒപ്പം തന്നെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ്. മാത്രവുമല്ല BJP മോശം പ്രകടനം കാഴ്ചവെച്ച 2015-ലും 20-ലും ജയിച്ച അപൂർവം ചില MLA-മാരിൽ ഒരാളാണ് വിജേന്ദർ ഗുപ്ത. കൂടാതെ ബനിയ സമുദായത്തിനുള്ള നേതാവാണ് അദ്ദേഹം. കാരണം ബനിയ സമുദായം പരമ്പരാഗതമായി BJPയുടെ വോട്ട് ബാങ്കാണ്. 20% വരും ഡൽഹി ജനസംഖ്യയിൽ. അപ്പോൾ ആ വിഭാഗത്തെ ഒപ്പം നിർത്താനായി ഒരുപക്ഷെ വിജേന്ദർ ഗുപ്തയുടെ പേര് അതിനും സാധ്യതയുണ്ട്. മൂന്നാമതായി വരുന്ന പേര് മനോജ് തിവാരിയാണ്. പൂർവാഞ്ചൽ മേഖലയിലുള്ള നേതാവാണ്. ഭോജ്പുരി നടൻ കൂടിയാണ് അദ്ദേഹം. നിലവിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നില്ല, വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നിന്നുള്ള MP ആണ്. പക്ഷേ അപ്പോൾ പോലും മുൻ അധ്യക്ഷൻ എന്ന പരിഗണന, കൂടാതെ ബീഹാർ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് മനോജ് തിവാരിയുടെ പേരും പരിഗണിക്കപ്പെട്ടേക്കാം. മാത്രവുമല്ല പൂർവാഞ്ചൽ വോട്ടുകൾ ഇത്തവണ BJPയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബി ഫാക്ടർ മറ്റൊന്നാണ്. പഞ്ചാബികൾ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വലിയ വിജയത്തിൽ പഞ്ചാബി വോട്ടുകൾ BJPയെ തുണച്ചതും കാണാം. അപ്പോൾ പഞ്ചാബി വോട്ടുകൾ ഒപ്പം നിർത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ സിഖ് സമുദായത്തിനുള്ള മഞ്ജീന്ദർ സിംഗ് സിർസയ്ക്കും നറുക്ക് വീണാക്കാം. ഇതിന് പുറമെ ചില പേരുകൾ കൂടി ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചർച്ചകളിലുണ്ട്. കാരണം അതിഷി പ്രതിപക്ഷ നേതാവ് ആവാനാണ് സാധ്യത. മനീഷ് സിസോദിയെ പരാജയപ്പെട്ടു, അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടു. അപ്പോൾ അതിഷി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിതയെ പരിഗണിച്ചാൽ രേഖ ഗുപ്ത, നേരത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു രേഖ ഗുപ്ത. മാത്രവുമല്ല ആം ആദ്മി പാർട്ടിയുടെ വനിതാ വിഭാഗം നേതാവും 3 തവണ MLA ഷാലിമാർ ബാഗിൽ നിന്ന് MLA-യുമായ ബന്ദന കുമാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇത്തവണ സഭയിലെത്തുന്നത്. ആ പേര് പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ ശിഖ റോയ് ഗ്രേറ്റർ കൈലാഷിൽ നിന്ന് മന്ത്രി സൗരവ് ഭരദ്വാജിനെ തോൽപ്പിച്ചാണ് വിജയിച്ചത്. അപ്പോൾ വനിതകളുടെ പേരിലേക്ക് ചർച്ചകൾ വന്നാൽ ശിഖ റോയുടെയും ഒപ്പം തന്നെ രേഖ ഗുപ്തയുടെയും പേരുകൾ മുൻപന്തിയിൽ നിൽക്കുന്നു. അങ്ങനെ പല പേരുകൾ ഏതായാലും സജീവമായി തന്നെ ഉണ്ട്. അപ്പോൾ പോലും പർവേഷ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സംസ്ഥാന നേതാക്കൾ ഇന്ന് ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനത്തിലേക്ക് നേതൃത്വം കടക്കുക. ശ്രീജ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി പലതരത്തിലുള്ള വിശകലനങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ രാകേഷ്. ഇപ്പോൾ ആം ആദ്മിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് നേടിയ വോട്ട് അതൊരു വലിയ ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടി ഒരു സഖ്യമുണ്ടായിരുന്നെങ്കിൽ BJPക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുമായിരുന്നു എന്നതാണ് കോൺഗ്രസ് പലയിടങ്ങളിലും നേടിയ വോട്ടുകൾ വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ അപ്പോൾ കെജ്രിവാളിനൊരു ഒരു വിലയിരുത്തലിൽ തെറ്റ് വന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നുകൂടി പരിശ്രമിച്ചെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് വരാൻ കഴിയുമായിരുന്നു. ആ രീതിയിലൊക്കെയല്ലേ പല മണ്ഡലങ്ങളിലെയും വോട്ട് നില ഇപ്പോൾ വ്യക്തമാവുന്നത്? അതെ ശ്രീജ, കോൺഗ്രസ് സംബന്ധിച്ച് അവർക്ക് തുടർച്ചയായ 3-ാം തവണയും സീറ്റുകളില്ലെങ്കിൽ പോലും അവരുടെ വോട്ട് ശതമാനത്തിൽ വർധനമുണ്ട്. ഏതാണ്ട് 2% കൂടുതൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. ചില മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും കാണാം. കാരണം ബാദ്ലി മണ്ഡലത്തിൽ ദേവേന്ദ്ര യാദവ് PCC അധ്യക്ഷനാണ്. അദ്ദേഹം
ഏതാണ്ട് വലിയ രീതിയിൽ വോട്ട് നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും ഒരു ശ്രദ്ധേയമായ പ്രകടനം കോൺഗ്രസിന് കാഴ്ചവെക്കാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വോട്ട് കട്ടറാണ് കോൺഗ്രസ് എന്ന് ഈ പ്രചാരണ കാലത്ത് ആരോപിച്ച വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ ഇതേ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് സഖ്യം ഉണ്ടാകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഏതായാലും നിലവിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 14 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വോട്ട് BJPയുടെ ഭൂരിപക്ഷത്തേക്കാൾ കുറവാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ 2 പാർട്ടികളും ചേർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഡൽഹിയിലെ റിസൾട്ടിൽ മാറ്റം ഉണ്ടായേക്കാം എന്ന് തന്നെ സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഇത് കൂടുതലായി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ തന്നെയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ശിവസേന തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് 2 പാർട്ടികളും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് പോലെ മറ്റൊന്നായനെ എന്ന് പ്രതികരിച്ചത്. മാത്രവുമല്ല ഒമർ അബ്ദുള്ള ഈ 2 പാർട്ടികളും പരസ്പരം ചേരിതിരിഞ്ഞ് പോരാടുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വിമർശിച്ചിരുന്നു. CPI ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉണരേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും വെല്ലുവിളി കൂടുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കെ, അവിടെ മഹാസഖ്യമായി മത്സരിക്കാനിരിക്കെ കോൺഗ്രസിന്റെ വിലപേശൽ ശേഷിയെയും ഇത് ബാധിക്കാൻ ഇടയുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ വിമർശനം ആം ആദ്മി പാർട്ടിയും കടുപ്പിച്ചേക്കും. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡൽഹിയിൽ ചർച്ചകൾ സജീവമാവുകയാണ്. ആരാണ് മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് എവിടെയൊക്കെ പിഴച്ചു, എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊരു പരാജയത്തിലേക്ക് പോയതെന്ന് ആം ആദ്മി പാർട്ടിയും എന്തുകൊണ്ട് ഒരു വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അതിനും അപ്പുറത്തേക്ക് എന്തുകൊണ്ട് കടക്കാൻ കഴിഞ്ഞില്ലെന്ന ചർച്ചകൾ കോൺഗ്രസിലുമൊക്കെ വരും ദിവസങ്ങളിലും വളരെ വളരെ സജീവമായിരിക്കും.